ഹലോ ഡിയേഴ്സ്, ഇന്നൊരു സ്പെഷ്യൽ കട്ട്ലറ്റ് ആണ് ട്ടാ. അപ്പം നമുക്ക് രാവിലെ ഉപ്മാവായിരുന്നു, അത് കുറച്ച് ബാക്കിയായിട്ടുണ്ട്. നമുക്കത് സ്നാക്സ് ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഹാഫ് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം മഞ്ഞൾപ്പൊടി, ചതച്ചമുളക്, കറിമസാലപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കാം. അതിൽക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കണം. കുറച്ച് വേപ്പിലയും മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ശേഷം ഉപ്പുമാവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പുമാവും മസാലയൊക്കെ നല്ലോണം മിക്സ് ആയ ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം എരിവ് പോരെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. അതേസമയം ഒരു ബൗളില് ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ എഗ്ഗിന്റെ മിക്സിലേക്ക് കട്ട്ലറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യണം. ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. എഗ്ഗിന് പകരം ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാട്ടാ. ഇനി ബാക്കി വന്ന ഉപ്പുമാവ് കൊണ്ട് ഇങ്ങനെ ഒരു കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. ഇത് സോസിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മുടെ വെറൈറ്റി കട്ട്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ചാനലും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ.